നമസ്കാരം. ഏകദേശം വർഷങ്ങൾക്ക് മുൻപ് 7 വർഷത്തിന് മുൻപ്, അതായത് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ടി.പി. സെൻകുമാർ എന്ന് പറയുന്ന DGPയെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിരുന്നു. നിയമസഭയിൽ ഒരു പ്രസംഗം, അതായത് ഫെബ്രുവരി മാസം 28-ാം തീയതി ഒരു പ്രസംഗം നടത്തിയിരുന്നു. ആ പ്രസംഗം ഇങ്ങനെയാണ്: സെൻകുമാർ പഴയ പിടിയിലില്ല കേട്ടോ, വിട്ടുപോയി, ഇപ്പോൾ ഇങ്ങോട്ടായി പിടുത്തം, അത് ഓർമ്മ വേണം. പഴയ നില തന്നെ സെൻകുമാർ സ്വീകരിക്കുകയാണ് എന്ന ധാരണയിൽ നിൽക്കരുത്. ആ നില മാറി പുതിയ താവളം സെൻകുമാർ നോക്കുകയാണ്, അത് മറക്കേണ്ട. അതിൻ്റെ ഭാഗമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടുണ്ട്. ഈ സംസ്ഥാനത്തിലെ DGP സ്ഥാനത്തിരിക്കുന്ന ഒരാളാണ് എന്ന നിലയിലല്ല അദ്ദേഹം സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും. അതിൻ്റെ ഭാഗമായി തെറ്റായ കാര്യങ്ങൾ സംസ്ഥാന സർക്കാരിനെ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ സംസാരിക്കുകയാണ്. നിങ്ങൾ ആരെങ്കിലും പറഞ്ഞാൽ അത് രാഷ്ട്രീയമായി പറയുന്നതാണ് എന്ന് കണക്കാക്കാം. പക്ഷേ അദ്ദേഹം ഒരു ഉദ്യോഗസ്ഥനാണ്. പക്ഷേ നിങ്ങളെക്കാളും കടുത്ത രാഷ്ട്രീയം നിങ്ങൾക്ക് വേണ്ടിയല്ല ഇപ്പോൾ, നിങ്ങളുടെ കയ്യിലല്ല ഇപ്പോൾ നിൽക്കുന്നത്, മറ്റൊരാളുടെ കയ്യിലായി, അത് ഓർമ്മിക്കണം. ഇത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 2017 മുഖ്യമന്ത്രിയായ പിണറായി വിജയൻ നിയമസഭയിൽ ഫെബ്രുവരി മാസം 28-ാം തീയതി നടത്തിയ ഒരു പ്രസംഗമാണ്. അതായത് ടി.പി. സെൻകുമാർ, നമുക്കറിയാം ടി.പി. സെൻകുമാർ ഇപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത്. RSSന്റെ പാളയത്തിലാണ്. വർഗീയ വിഷം ചീറ്റി തുപ്പിക്കൊണ്ട് നടക്കുന്ന ഒരു BJPയുടെ കട്ട അനുഭാവി, അതുമല്ലെങ്കിൽ RSSന്റെ ശക്തനായ വക്താവ് എന്നുള്ള നിലയിൽ തന്നെയാണ് ടി.പി. സെൻകുമാറിൻ്റെ സ്ഥാനം. കാണുന്നതിനെയെല്ലാം വർഗീയവൽക്കരിച്ചുകൊണ്ട് അദ്ദേഹം നടത്തുന്ന പ്രസംഗങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാവുന്നതാണ്. നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്, ഓരോ ദിവസങ്ങളായിട്ട് നമ്മളത് കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അതായത് പൂർണ്ണമായും RSS എന്ന് പറയുന്ന ഒരു കക്ഷിയിലേക്ക് ചേക്കേറിയ ഒരാളാണ് ടി.പി. സെൻകുമാർ എന്ന് നമുക്കറിയാം. അന്ന് ടി.പി. സെൻകുമാറിനെ തള്ളിക്കളയാൻ പിണറായി വിജയൻ കാട്ടിയ ഒരു ആവേശം ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ അദ്ദേഹത്തെ നിഷ്കരണം ഒഴിവാക്കാൻ, DGP എന്ന നിലയിൽ അദ്ദേഹത്തിനെ ഒഴിവാക്കി നിർത്താൻ പിണറായി വിജയന് ചങ്കൂറ്റമുണ്ടായിരുന്നു, ശക്തിയുണ്ടായിരുന്നു, അതിനൊരു ആർജവമുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു സാഹചര്യം നമുക്ക് നോക്കാം. അജിത് കുമാർ, അദ്ദേഹമാണല്ലോ ഇപ്പോൾ സൂപ്പർ പോലീസ് അല്ലെങ്കിൽ സൂപ്പർ IG എന്നൊക്കെ പറയാൻ പറ്റുന്ന രീതിയിൽ DGP ആയിട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അപ്പോൾ അന്വേഷണ റിപ്പോർട്ട് DGPക്ക് കൊടുക്കണമെന്ന് നിർദ്ദേശിക്കാൻ വരെ തക്ക ശേഷിയിലേക്ക് ഉയർന്നു വന്ന ഒരാളാണ് നമ്മുടെ MR അജിത് കുമാർ എന്ന് പറയുന്ന ADGP. എന്തുകൊണ്ട് ഇങ്ങനെയൊരു ശക്തി അദ്ദേഹത്തിന് ആർജിച്ചെടുത്തു? ലോകം മുഴുവൻ കുറ്റക്കാരനെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ഇടതുപക്ഷത്തിൻ്റെ സഹയാത്രികനല്ല എങ്കിൽ പോലും, പാർട്ടി അംഗമല്ല എങ്കിൽ പോലും, ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന PV അൻവർ നടത്തിയ ചില പരാമർശങ്ങളുടെ തുടർന്നാണ് അജിത് കുമാറിനെ കേരളം മുഴുവൻ ഇത്രത്തോളം ശ്രദ്ധിക്കപ്പെടാനുള്ള കാരണം. അദ്ദേഹത്തിൻ്റെ അല്ലാതെ കവടിയാർ കൊട്ടാരത്തിന് സമീപം അദ്ദേഹം കെട്ടിപ്പൊക്കിക്കൊണ്ടിരിക്കുന്ന 3 നിലയുള്ള മാളികയല്ല അജിത് കുമാറിനെ ജനങ്ങൾക്കിടയിൽ, കേരളീയർക്കിടയിൽ ഇപ്പോൾ ഇത്രത്തോളം ശ്രദ്ധേയനാക്കിയത്. അദ്ദേഹം ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം നടത്തിയിട്ടുള്ള എല്ലാ അഴിമതികളും കയ്യിലുണ്ട്. അതിൽ നിന്ന്, അല്ലെങ്കിൽ PV അൻവർ അതിനെക്കുറിച്ച് മാധ്യമങ്ങളോട് അല്ലെങ്കിൽ പൊതുജനങ്ങളോട് വിളിച്ചു പറഞ്ഞതിനെ തുടർന്നാണ് ഇപ്പോൾ അജിത് കുമാർ എന്ന് പറയുന്ന ADGP ഇന്ന് കേരളം മുഴുവൻ ശ്രദ്ധയാകർഷിക്കുന്ന ഒരു സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക്, ഒരു സൂപ്പർ പോലീസായി മാറിയിരിക്കുന്നത്. അതായത് മുഖ്യമന്ത്രി തുടക്കത്തിൽ പറഞ്ഞത്, 2017 പറഞ്ഞു വെച്ചത്, പോലീസ് സേനയിൽ RSSന്റെ അതായത് കാവ്യവൽക്കരണം കാര്യമായി നടക്കുന്നു എന്നുള്ളതാണ്. അതിനെ അടിവരയിട്ട് ഉറപ്പിക്കുന്ന തരത്തിലാണ് പിന്നീട് അജിത് കുമാറിൻ്റെ ഓരോ നീക്കങ്ങളും എന്ന് നമുക്ക് കാണാം. രമേശ് ചെന്നിത്തല പറഞ്ഞു, നമ്മുടെ K. മുരളീധരൻ പറയുന്നു, പ്രതിപക്ഷ നേതാവ് പറയുന്നു, VD സതീശൻ പറയുന്നു, അതോടൊപ്പം തന്നെ നമുക്ക് മനസ്സിലാക്കാം K. സുധാകരനും പറയുന്നു. ഈ രീതിയിൽ ഒരു അണ്ടർഗ്രൗണ്ട് പ്ലേ ഇവിടെ നടന്നിട്ടുണ്ട്, അതായത് തൃശ്ശൂരിൽ നടന്നിട്ടുണ്ട്. ഇത്രയും ചങ്കുറപ്പോടുകൂടി ടി.പി. സെൻകുമാറിനെ തള്ളിപ്പറഞ്ഞ മുഖ്യമന്ത്രി എന്തുകൊണ്ടാണ് ഇപ്പോൾ അജിത് കുമാറിനെ തള്ളിപ്പറയാത്തത്? ചില കാരണങ്ങൾ അതിനകത്തുണ്ട്. ജനിക്കുന്നെങ്കിൽ ഇങ്ങനെ ഒരു അപ്പൻ്റെ മകളായി ജനിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇരിപ്പുണ്ട്. നമുക്കറിയാം, വീണ വിജയൻ. SFIO അടക്കമുള്ള ഏജൻസികൾ അന്വേഷണത്തിൻ്റെ എവിടെ കൊണ്ടെത്തിച്ചു എന്ന് നമുക്കറിയില്ല. അതിൻ്റെ അന്വേഷണം പുനരാരംഭിക്കുമെന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ടെങ്കിൽ പോലും അന്വേഷണത്തിൻ്റെ സ്ഥിതി വിവരങ്ങളൊന്നും നമുക്ക് പുറത്തു വരുന്നില്ല. മാസപ്പടി വിവാദം കനത്ത് നിൽക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് സമയം വരെ. പക്ഷെ പെട്ടെന്നാണ് അതിൻ്റെ ഒരു ആവേശം കുറഞ്ഞു പോയത്. അന്വേഷണത്തിൻ്റെയൊക്കെ ഒരു ആവേശം വളരെ പെട്ടെന്ന് താഴ്ന്നു പോയി. അതിന് കാരണം എന്താണ്? അതിന് കാരണമായി നമുക്ക് കാണാൻ 1-2 കാര്യങ്ങളുണ്ട്. പ്രകാശ് ജാവദേക്കറുമായി നമ്മുടെ EP ജയരാജൻ EP യുടെ ഫ്ലാറ്റിലെത്തി ജാവദേക്കർ കൂടിക്കാഴ്ച നടത്തിയത്.
അവരന്നേരം അവിടെ രഹസ്യമായ ഒരു അജണ്ട ഉണ്ടാക്കി എന്നും പറയപ്പെടുന്നുണ്ട്. ആ അജണ്ട അവിടെ സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ വിജയിപ്പിച്ചെടുക്കുക എന്നുള്ളതായിരുന്നു അത്രേ ആ അജണ്ട. അപ്പോൾ ഇവിടെ നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടത്, അങ്ങനെ ഒരു കൂടിക്കാഴ്ച നടത്തിയതിൻ്റെ പേരിൽ അവിടെ കാര്യമായ ചർച്ചകളൊന്നും നടന്നില്ല എന്ന് EP പലതവണ ആവർത്തിച്ച് ആണയിട്ട് പറഞ്ഞിട്ട് പോലും ഇപ്പോൾ അദ്ദേഹം എവിടെയാണ് EP ജയരാജൻ നിൽക്കുന്നത്? LDFിന്റെ കൺവീനർ സ്ഥാനത്ത് നിന്നും അദ്ദേഹത്തെ നിഷ്കരണം ചവിട്ടി പുറത്താക്കി അദ്ദേഹം ഇന്ന് കണ്ണൂരിലെ സ്വവസതിയിൽ സമാധാനപൂർണമായ ജീവിതം നയിച്ചു വരുന്നു. എന്നിട്ടും ഇനിയും പറയാൻ പോകുന്നതാണ് യഥാർത്ഥത്തിൽ നടന്ന സംഭവം. അത് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തി അവിടെ എന്തൊക്കെ സംസാരിച്ചു എന്നുള്ളതിനെ കുറിച്ച് ജയരാജൻ ഒരു ഘട്ടത്തിൽ പോലും EP തുറന്നു പറഞ്ഞിട്ടില്ല. അല്ലെ, എന്താണ് സംസാരിച്ചത്? പക്ഷേ ഈ തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ ഒരു കള്ളക്കളി നടക്കുന്നുണ്ട് എന്ന് പുറത്തുവിട്ടത് ആലപ്പുഴയിൽ ആ സമയത്തെ സ്ഥാനാർത്ഥിയായിരുന്നു ശോഭാ സുരേന്ദ്രൻ തന്നെയായിരുന്നു. കൂടിക്കാഴ്ച നടന്നു എന്നുള്ള കാര്യം അത് പിന്നീട് സമ്മതിക്കുകയാണ് EP ജയരാജൻ ചെയ്തത്. എന്നിട്ട് മാസങ്ങൾ കഴിഞ്ഞിട്ടാണ് അദ്ദേഹത്തിനെതിരെ നടപടി ഉണ്ടായത്. അത് വേറൊരു കാര്യം. എന്നിട്ടും വളരെ വ്യക്തമായി നമുക്കറിയാവുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന ഒരു വാർത്തയാണ്. സ്വകാര്യ വാഹനത്തിൽ, കൊച്ചിയിൽ നിന്ന് ഒരു സ്വകാര്യ വാഹനത്തിൽ അജിത് കുമാർ, അതായത് ആ സ്വകാര്യ വാഹനം ആരുടെ നോക്കണം, RSS അനുഭാവിയായ ഒരാളുടെ സ്വകാര്യ വാഹനത്തിൽ കയറി എവിടെ പോയി? അവിടെ RSSന്റെ ശിബിരം നടക്കുന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ പോയി ആരെ കണ്ടു? അതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായ ദത്താത്രേയ ഹൊസബല്ലയെ പോയി കണ്ടിരുന്നു, കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നുള്ളത് ഇപ്പോൾ വ്യക്തമായി. അന്ന് ക്രൈംബ്രാഞ്ച് അടക്കമുള്ള ആൾക്കാർ ഇതിനെക്കുറിച്ച് കൃത്യമായി സർക്കാരിലേക്ക് അറിയിപ്പ് കൊടുത്തിരുന്നു, ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച നടന്നിട്ടുണ്ട്. അദ്ദേഹം എന്തുകൊണ്ട് സ്വകാര്യ വാഹനത്തിൽ യാത്രയാക്കി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അദ്ദേഹം ഒരു ഒഫീഷ്യൽ വാഹനത്തിൽ, അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വാഹനത്തിൽ യാത്ര ചെയ്താൽ അതിൻ്റെ ലോഗ് ഷീറ്റിൽ രേഖപ്പെടുത്തേണ്ടി വരും എവിടേക്ക് പോയി എന്നുള്ളത്. പാറമേക്കാവിൽ വെച്ചിട്ടായിരുന്നു അന്ന് ഈ RSSന്റെ ഈ ശിബിരം നടന്നത്. അവിടേക്കാണ് ഈ അജിത് കുമാർ എത്തിപ്പെട്ടത്. അതിൻ്റെ അർത്ഥം എവിടെയൊക്കെയോ എന്തൊക്കെയോ, അതായത് ഇപ്പോൾ പ്രതിപക്ഷം ആരോപിക്കുന്ന പല കാര്യങ്ങളിലും പ്രതിപക്ഷം മാത്രമല്ല, MP രാജേഷിനെ പറഞ്ഞിട്ടുണ്ട്, CPI പറഞ്ഞിട്ടുണ്ട്, ഇതിനെ എതിർത്തുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പറയുന്ന സംഘപരിവാർ അനുകൂല തരംഗം നടത്തുന്ന അജിത് കുമാറിനെ പുറത്താക്കുന്നതുമായി ബന്ധപ്പെട്ട് ചില തീരുമാനങ്ങൾ എടുക്കേണ്ടതുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കി MP രാജേഷും CPIയും കൂടി ചേർന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ പോയി ഈ പറയുന്ന ദത്താത്രേയ ഹൊസബല്ലയുമായി ഒരു കൂടിക്കാഴ്ച നടത്തുകയും അതിനുശേഷം പൂരം കലക്കാനുള്ള മാർഗനിർദ്ദേശങ്ങൾ അവിടെ നിന്ന് ലഭിച്ചിട്ടുണ്ടാകാം. അതായത് എന്തിനു പോയി? നമുക്കറിയാം, ഇത്രയേറെ ആരോപണങ്ങൾ PV അൻവർ എന്ന് പറയുന്ന MLA ഉയർത്തിയിട്ട് പോലും ഈ പറയുന്ന അജിത് കുമാറിനെതിരെയോ P ശശിക്കെതിരെയോ, പൊളിറ്റിക്കൽ ഉപദേഷ്ടാവാണല്ലോ, രാഷ്ട്രീയ ഉപദേഷ്ടാവായ P ശശിക്കെതിരെയോ ഒരു ചെറുവിരൽ അനക്കാൻ എന്തുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കഴിയാതെ പോകുന്നു? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. സെൻകുമാറിനെ തള്ളി പറയാൻ പറ്റി, പക്ഷെ അജിത് കുമാറിനെ തള്ളിക്കളയാൻ കഴിയുന്നില്ല. എന്താണ് അതിന് കാരണം? അന്ന് ഈ പറയുന്ന പോലെ മടിയിൽ കനമില്ലായിരുന്നു മുഖ്യമന്ത്രിയുടെ. ഇന്ന് എന്തൊക്കെയോ എവിടെയൊക്കെയോ മടിയിൽ കനമുണ്ട്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് ഭയമുണ്ട് പലതിലും. അതിൻ്റെ കാരണം എന്താണ്? ആരെ ചൊല്ലിയുള്ള ഭയമാണ്? പണ്ട് നമുക്കറിയാം, കോടിയേരി ബാലകൃഷ്ണൻ സംശുദ്ധ രാഷ്ട്രീയത്തിൻ്റെ വക്താവായിരുന്നു. ഒരു ഘട്ടത്തിലും അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു തെറ്റായ പ്രവർത്തനവും പ്രവണതയും ഉണ്ടായിട്ടില്ല. പാർട്ടിയെ ശക്തമായ രീതിയിൽ മുന്നോട്ട് വളർത്തിക്കൊണ്ടുവന്ന ഒരാളായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ. പക്ഷേ കോടിയേരി ബാലകൃഷ്ണൻ തൻ്റെ ജീവിതാവസാനം വരെ കഷ്ടത അനുഭവിച്ച രണ്ട് വ്യക്തികളെ കൊണ്ട് മാത്രമാണ്, ബിനോയ് കൊടിയേരിയെ കൊണ്ടും ബിനീഷ് കൊടിയേരിയെ കൊണ്ടും. അവർ ഈ നാട്ടിൽ കാട്ടിക്കൂട്ടിയ പല വിക്രിയകളും കണ്ട് അദ്ദേഹത്തിന് മനം മടുത്തിട്ടുണ്ട്. ആ പേരിൽ മാത്രമാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന നല്ല ശക്തനായ ആഭ്യന്തര വകുപ്പ് മന്ത്രിയായിരുന്ന ഒരു വ്യക്തി, പാർട്ടിയുടെ ശക്തനായ ഒരു വക്താവ്, പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന മനുഷ്യൻ ഇത്രത്തോളം താണ് വീണു പോയത്. അദ്ദേഹത്തിന് സെക്രട്ടറി സ്ഥാനം പോലും രാജിവെക്കേണ്ടതായിട്ട് വന്നു മക്കളുടെ ഈ പറയുന്ന നെറികേട് കാരണം. അപ്പോൾ അങ്ങനെ ചില ചരിത്രങ്ങൾ എപ്പോഴും CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കുണ്ട്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, എവിടെ ഈ SFIയുടെ അന്വേഷണം? ഈ വീണ വിജയനെതിരെ നടക്കുന്ന അന്വേഷണത്തിന്റെ പുരോഗതി എന്താണ്? നമുക്ക് ചർച്ച ചെയ്യേണ്ടി വരും, അന്വേഷിക്കേണ്ടി വരും. അങ്ങനെ അന്വേഷിച്ച് ചെല്ലുമ്പോൾ അതെങ്ങും എത്തിയിട്ടില്ല. പകരം തൃശ്ശൂരിൽ പൂരം കലങ്ങി, അതിന് പൂരം കലക്കാനുള്ള എല്ലാ നിർദ്ദേശങ്ങളും അവിടെ നിന്ന് കിട്ടി, ഹൊസബല്ലയുടെ കയ്യിൽ നിന്ന് കിട്ടി. അങ്ങനെ അജിത് കുമാർ പൂരം കലക്കാൻ കൂട്ടുനിന്നു. എവിടെ അന്വേഷണ റിപ്പോർട്ട്? സുനിൽകുമാർ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പൂരം കലക്കുകളെ കുറിച്ചുള്ള അന്വേഷണം നടന്നിരുന്നു, ആ അന്വേഷണത്തിന്റെ റിപ്പോർട്ട് കണ്ടിട്ടില്ല. അതായത് ആ റിപ്പോർട്ട് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. അതായത് മുഖ്യമന്ത്രിയുടെ മകളെ രക്ഷിക്കാൻ വേണ്ടി, വീണ വിജയനെ രക്ഷിക്കാൻ വേണ്ടി
അല്ലെങ്കിൽ ആ അന്വേഷണത്തെ അട്ടിമറിക്കാൻ വേണ്ടി ഹംസങ്ങളായിട്ടാണ് ഈ പറയുന്ന രണ്ടുപേർ പി ശശിയും അജിത് കുമാറും പ്രവർത്തിച്ചത്. അതിൻ്റെ ഭാഗമായി പൂരം അവിടെ അട്ടിമറിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ഇത് അവിടെ വലിയ ഒരു സേവാഭാരതിയുടെ ആംബുലൻസിൽ പറന്നിറങ്ങുകയായിരുന്നു സുരേഷ് ഗോപി. അങ്ങനെ സുരേഷ് ഗോപി അവിടെ വരുന്നു. പൂരത്തിന് ഈ പറയുന്ന പോലെ അവിടുത്തെ ആൾക്കാരെല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നു. ഞങ്ങൾ ഇവിടുത്തെ വലിയ സംഭവങ്ങളാണെന്ന് പറയുന്നു. അതിലൂടെ കിട്ടിയൊരു മൈലേജ്. അതായത് അങ്ങനെ വന്നപ്പോൾ ക്രിസ്ത്യൻ വോട്ടുകൾ മാത്രമല്ല മറിഞ്ഞത്, അവിടുത്തെ ഹിന്ദു വോട്ടുകൾ കൂടി ക്രോഡീകരിക്കപ്പെട്ടു. അതെല്ലാം കൂടി ചെന്നെത്തിയത് പിന്നെ ഈ സുരേഷ് ഗോപിയിലേക്ക് ചെന്നെത്തി. അങ്ങനെ നോക്കുമ്പോൾ BJPക്ക് 9.61% വോട്ടിന്റെ വർധനവ് നിഷ്പ്രയാസം ഉണ്ടാക്കിയെടുക്കാൻ കഴിഞ്ഞു. സുനിൽകുമാറിന് ആരോപണം ഉണ്ടാകും. VS സുനിൽകുമാർ തൽക്കാലം ഈ പറയുന്ന അന്വേഷണം നടന്നിട്ടില്ല. അന്വേഷണത്തിൽ ആരാണ് പൂരം കലക്കിയത് എന്നുള്ളതിനെ കുറിച്ച് വ്യക്തതയില്ല എന്ന് അദ്ദേഹം പറഞ്ഞ് ഒഴിവാകുന്നുണ്ടെങ്കിലും ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ചോദ്യചിഹ്നം വന്ന് പതിക്കുന്നത് ഇന്ന് സർക്കാരിൻ്റെ മേലേക്ക് തന്നെയാണ്. പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയിലേക്ക്, ആഭ്യന്തര വകുപ്പ് മന്ത്രിയിലേക്ക് തന്നെയാണ് നമുക്ക് കാണാം. അതിനുശേഷം കോൺഗ്രസ്സുകാർക്ക് അവിടെ 9.75% വോട്ടിൻ്റെ കുറവുണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ടും അവിടെ അടിയൊഴുക്ക് നടന്നിട്ടുണ്ട്. അത് മറ്റൊരു വശത്ത് നമുക്ക് കാണാം. TN പ്രതാപൻ അടക്കമുള്ളവരുടെ കോൺഗ്രസിൻ്റെ തമ്മിൽ തല്ലാണ് അതിൻ്റെ പ്രധാന കാരണമായി ഭവിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം. പിന്നെ CPI അവകാശപ്പെടുന്ന അല്ലെങ്കിൽ LDF അവകാശപ്പെടുന്ന അവിടെ ഞങ്ങൾക്ക് വോട്ടിൻ്റെ വർധനവുണ്ടായിട്ടുണ്ട്. ആ വോട്ടിൻ്റെ വർധനം എത്ര ശതമാനമെന്ന് നിങ്ങൾക്കറിയുമോ? 1% പോലും വോട്ട് അവിടെ വർദ്ധിച്ചിട്ടില്ല. അതായത് 0.10% വോട്ടിൻ്റെ വർധനവും മാത്രമാണ് അവിടെ തൃശ്ശൂരിൽ LDFന് ഉണ്ടാക്കാൻ കഴിഞ്ഞത്. അതിൻ്റെ അർത്ഥം ഈ പറയുന്ന ഒത്തുതീർപ്പ് ചർച്ചകൾ അവിടെ ഫലം കണ്ടു. അതോടുകൂടി വീണ വിജയനെതിരായ SFIയുടെ അന്വേഷണം പതുക്കെ മന്ദീഭവിച്ചു. ഇതൊക്കെ തന്നെയാണ് ഈ അജിത് കുമാറിനെ മുഖ്യമന്ത്രി ചേർത്ത് പിടിച്ചിരിക്കുന്നതിൻ്റെ പ്രധാന ഉദ്ദേശം. മുഖ്യമന്ത്രി ചേർത്ത് പിടിച്ചിരിക്കുകയാണ്. ഇതുവരെ TP സെൻകുമാറിനെയും ഈ പറയുന്ന അജിത് കുമാറിനെയും ഒന്ന് നമ്മൾ വെച്ച് അളന്ന് നോക്കുമ്പോൾ എപ്പോഴും അജിത് കുമാർ ഇരിക്കുന്ന തട്ട് താന്ന് തന്നെ ഇരിക്കും. അജിത് കുമാർ പുറത്തേക്ക് ഇറങ്ങിയാൽ, BJPയുടെ പാളയത്തിലേക്ക് യഥാർത്ഥത്തിൽ കുടിയേറിയാൽ അജിത് കുമാർ പലതും വിളിച്ചു പറയും. അതെല്ലാം തന്നെ ചെന്നെത്തുന്നത് മുഖ്യമന്ത്രിയിലേക്കാണ്, ഇപ്പോഴത്തെ LDF സർക്കാരിലേക്കാണ്. അത് ഒഴിവാക്കാൻ വേണ്ടി തന്നെയാണ്, അല്ലെങ്കിൽ അത്തരം ഒരു ദുരന്തം ഇടതുപക്ഷ പാർട്ടിക്ക് അല്ലെങ്കിൽ ഇടതുപക്ഷത്തിന് ഉണ്ടാകാതിരിക്കാൻ വേണ്ടി തന്നെയാണ് ഇടതുപക്ഷത്തിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന PV അൻവർ ഇത്തരത്തിൽ ആരോപണങ്ങളുമായി മുന്നോട്ടിറങ്ങിയത്. നമുക്ക് മനസ്സിലാക്കാം. ഒരു ശുദ്ധീകരണം. ഇത് നമ്മൾ നേരത്തെ കേട്ടല്ലോ, ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടനെ നമ്മളൊരു തിരുത്തലിലേക്ക് പോവുകയാണ്. എവിടെയാണ് തിരുത്തിയത്? എന്താണ് തിരുത്തപ്പെട്ടത്? പല ഭാഗങ്ങളിലും ബ്രാഞ്ച് സമ്മേളനത്തിന് പോലും ആൾക്കാരെ കിട്ടാത്ത അവസ്ഥയിലാണ്. പല ഭാഗങ്ങളിലും CPMന്റെ മെമ്പർമാർ രാജിവെച്ചു തുടങ്ങിയിരിക്കുന്നു. ഇതിനെയൊക്കെ പ്രതിരോധിക്കാൻ ഇന്ന് CPMന്റെ പ്രവർത്തകർക്ക് ആയുധങ്ങളില്ലാത്ത ഒരു അവസ്ഥയായി മാറിയിരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയെല്ലാം ഈ CPM എന്ന് പറയുന്ന പാർട്ടി ഒരു ഗതികേടിൽ നിന്ന് ഗതികേടിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആരാണ് ഇതിന് യഥാർത്ഥ കാരണക്കാർ? ഇപ്പോൾ ചാനൽ മുറികളിൽ നിന്ന് ഇറങ്ങിപ്പോകുമെന്ന്, അല്ലെങ്കിൽ ചാനലുമായി സഹകരിക്കില്ല, ഇത്തരം ചർച്ചകൾക്ക് ചാനലുമായി സഹകരിക്കില്ല എന്ന് കഴിഞ്ഞ ദിവസം MP ഗോവിന്ദൻ പറഞ്ഞിരുന്നു, പാർട്ടി സെക്രട്ടറി. കാരണം എന്താണ്? അവിടെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് പാർട്ടി എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നേരത്തേക്ക് MP ഗോവിന്ദൻ്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിരുന്നു. അല്ലെങ്കിൽ പത്രസമ്മേളനം വിളിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറയും. ചോദ്യങ്ങളെ യഥാർത്ഥത്തിൽ അതിനെ പ്രതിരോധിക്കാനുള്ള എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടാവും. പക്ഷേ എന്നാൽ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളെ പ്രതിരോധിക്കാൻ കഴിയാത്ത ശുദ്ധ അസംബന്ധം എന്ന് പറയുന്ന ഒരൊറ്റ വാക്കുകൊണ്ട് എല്ലാ ചോദ്യങ്ങളെയും അദ്ദേഹം പ്രതിരോധിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറുപടി അത് മാത്രമാണ്, ശുദ്ധ അസംബന്ധം. ആ ഒരു അവസ്ഥയിലേക്ക് പാർട്ടിയെ കൊണ്ടെത്തിച്ചത് ആരൊക്കെ കൂടിയാണ് എന്നുള്ള കാര്യം ഈ പറയുന്ന സ്വന്തം കാര്യത്തിന് വേണ്ടി, സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പാർട്ടിയുടെ എല്ലാ കാര്യങ്ങളെയും ബലി കൊടുക്കുമ്പോൾ ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഇവിടെ സ്വന്തം മകളുടെ വീണ വിജയനെതിരായി കേന്ദ്രം നടത്തിയ അന്വേഷണത്തെ അട്ടിമറിക്കുന്നതിന് വേണ്ടി നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവും. അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ദൂതൻ എന്നുള്ള നിലയിൽ, ഹംസം എന്നുള്ള നിലയിൽ തന്നെയാണ് അജിത് കുമാർ അവിടെ പോയതും ഈ ദത്താത്രേയ ഹൊസബല്ലയെ കണ്ടതും കൂടുതൽ ചർച്ച നടത്തിയതും. ചർച്ചയുടെ വിശദാംശങ്ങളൊക്കെ ഇനിയും പുറത്തു വരാനിരിക്കുന്നേ ഉള്ളൂ. പക്ഷേ അദ്ദേഹം സമ്മതിച്ചു കഴിഞ്ഞു, ചർച്ച നടത്തി, അല്ലെങ്കിൽ അവിടെ പോയി കൂടിക്കാഴ്ച നടത്തി എന്നുള്ള വിവരം. ഒരിക്കലും ഈ അജിത് കുമാർ ഇവിടെ RSSലേക്ക് ചേരുന്നതിന് വേണ്ടി ആയിരിക്കില്ല ആ ചർച്ച നടത്തിയത് എന്ന് 100% നമുക്ക് ഉറപ്പിക്കാൻ കഴിയുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അത് കൃത്യമായി തന്നെ അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ, തൃശ്ശൂരിലെ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുകയും ചെയ്തിട്ടുണ്ട്. 9.75% വോട്ട് വർധനവ് വഴി വരുത്തിയ CPI എന്തുകൊണ്ട് വീണു എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം അക്ഷരാർത്ഥത്തിൽ തൃശ്ശൂരിൽ തന്നെയുണ്ട്.
അജിത് കുമാറിൽ തന്നെയുണ്ട്, പി ശശിയിൽ തന്നെയുണ്ട്, മുഖ്യമന്ത്രിയിൽ തന്നെയുണ്ട്. അപ്പോൾ തിരുത്തൽ തുടങ്ങേണ്ടത് അവിടെ നിന്നൊക്കെയാണ്. എങ്കിൽ മാത്രമേ ഇനിയും വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾക്ക് CPM എന്ന് പറഞ്ഞ പാർട്ടിയെ, ഇടതുപക്ഷത്തെ വിശ്വാസമുണ്ടാവുകയുള്ളൂ.